കുട്ടിച്ചാത്തനെ കൊണ്ട് സത്യം ഇടിയിച്ചിട്ടാണ് എന്നെ ഈ ബന്ധത്തിലേക്ക് അയാൾ ചാടിച്ചത്. ഞാൻ കുട്ടിച്ചാത്തന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അതിന്ന് മാറിയില്ല. പക്ഷെ ഇപ്പം ഹസ്ബൻഡിന്റെ അമ്മയുടെ വാക്ക് പേടിച്ച് അയാള് മാറിയേക്കണം. അയാള് പറഞ്ഞിട്ടാണ് ഒരു താലിയും മാലയും കെട്ടിയത്. താലി ഉള്ളതല്ല ഇത് ഞാൻ മേടിച്ചാ, നീ ധൈര്യമായിട്ട് മേടിച്ചോ, ഞാൻ കെട്ടിക്കോളാം എന്ന് പുള്ളി പറഞ്ഞ് ധൈര്യം തന്നതിന്റെ പുറത്ത് ഞാൻ 12 വർഷമായിട്ട് BJP-യുടെ മെമ്പർഷിപ്പ് എടുത്തേക്കണ ആളാ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം ഇവര് ജയിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ഇട്ടതിന്റെ പുറത്ത് ആരോ ഇയാളെ കളത്തിൽ ഇറക്കിയേക്കണാണ്. ഞാൻ പലവട്ടം ചോദിക്കുമ്പോൾ ഇല്ല ആരും ഇല്ല, എന്റെ അന്നമാണ് എന്റെ തൊഴിൽ, അതാണ് എന്റെ ദൈവം, അല്ലാതെ എനിക്കൊരു പാർട്ടി ഇല്ലെന്ന് ഇയാൾ പറഞ്ഞു. പക്ഷെ എനിക്ക് 100% ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ അനിയന്റെ ഒരു പണിക്കാരനായിട്ട് ഇയാൾ വരില്ല. ഏറ്റുമാനൂരുള്ള മന്ത്രിയുടെ അനിയന്റെ പണിക്കാരനായിട്ട് ഇയാൾ വരില്ല. അടിച്ചതാണ് ഇതൊരു പലക വെച്ച്, അച്ഛന്റെ ഒരു പലക വെച്ചിട്ട് അയാൾ അടിച്ച് ബ്ലഡ് ഇങ്ങനെ ചീറ്റി. അപ്പൊ ഒരു ചീറ്റിയിട്ട് പോലും ഞാൻ അവിടെ വന്നു, അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്തിട്ടു എന്നെ അക്യൂസായിട്ട് അവര് കാണിച്ചേക്കണത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ കേസ് ഫയൽ ചെയ്തേക്കണോടത്തും ക്രൈം നടന്ന സ്റ്റേഷനിലും ഒക്കെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് സാറ് വേഗം പറഞ്ഞു വേഗം പോയി അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞ കാരണം ഇവിടെ ഇപ്പൊ കേരളത്തില് പ്രണയ നൈരാശ്യ കൊലപാതകങ്ങൾ പലതായല്ലോ. അതിൽ ഒരെണ്ണത്തിൽ ഞാനും പെടാൻ ചിലപ്പോ ഒരു പക്ഷെ ഞാൻ വിചാരിച്ചത് എന്റെ ഭർത്തൃ വീട്ടിൽ നിന്ന് എനിക്കൊരു മരണോ അല്ലെങ്കിൽ ആത്മഹത്യ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് നിശ്ചയം ഇയാൾ എന്നെ കൊല്ലാൻ പോകുള്ളൂ. നമ്മളെ കൂടെ ഇന്ന് ഒരു ഇരയാണുള്ളത്. അതായത് നമുക്കറിയാം സിനിമയിലെ ഹേമ കമ്മിറ്റി, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാം. പക്ഷെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി പ്രണയങ്ങൾ ഉണ്ടാവുകയും അത് കൊലപാതകത്തിലേക്കും മറ്റ് നാശങ്ങളിലേക്കും പോകുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. കുറെ നാളെ തുടങ്ങിയിട്ട് അതിന്റെ ഒരു ഇര എത്തിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു ആളുമായി അടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില തുറന്നു പറച്ചിലുകൾ നടത്താനാണ് ഇവിടെ അവരെത്തിയിരിക്കുന്നത്. ഇവരുടെ പേര് ബിൻസി എന്നാണ്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. നമസ്കാരം ബിൻസി. എന്റെ പേര് ബിൻസി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനലുണ്ട്, ബ്യൂട്ടി സ്കൈ എന്ന് പറയുന്നത്. ഞാനൊരു 20 വർഷമായിട്ട് സിനിമ ഫീൽഡിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏതാനും ചെറിയ ഫ്രെയിമുകളിൽ വന്നു, പിന്നെ ഒരു 2-3 ആഡ് ചെയ്തു എന്നൊക്കെ ഉള്ളു. അല്ലാണ്ട് നല്ലൊരു വർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് 2017 മുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കേണ്ട എങ്കിൽ പോലും 2024 ഒരു ചീറ്റിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അതുപോലെ ഞാൻ ആളുടെ പേര് ഇപ്പൊ പറയല്ല. അത് മാത്രമല്ല, അത് അങ്ങേര് ഇതിൻ്റെ അകത്ത് എന്താണെന്നോ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകനാണെന്നോ എനിക്കറിയില്ല. അയാളുടെ ഫോളോവർ ലിസ്റ്റ് നോക്കുമ്പോ സിനിമയായിട്ട് ഇയാള് ശരിക്കും പറഞ്ഞ ഷൊർണൂര് ചളവറ എന്ന് പറയണവരാ. ഇയാള് എന്നും, അതായത് എന്റെ ബാക്കിയുള്ള ഫോളോവേഴ്സിന് 4000 സംതിങ് വരുന്ന ഫോളോവേഴ്സിനൊക്കെ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ. ഈ വ്യക്തി മാത്രം വന്ന് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകാണ്, അങ്ങോട്ട് സ്നേഹം അങ്ങോട്ട് കുറ്റൊലിക്കാണ് ഇയാൾക്ക് എന്നോട്. ഞാൻ ആദ്യത്തെ 2-3 മാസം ഒന്നും റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും തന്നെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോ ഈ വ്യക്തി നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട് കാണിക്കണ പോലെയാ. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 14 വർഷമായി. ഇന്ന് വരെ എന്റെ ഹസ്ബൻഡ് എന്നോട് ഒരു കുട്ടിയുണ്ട്, 13 വയസ്സ്. ഹസ്ബൻഡ് ഇന്ന് വരെ ഒരു പ്രൈവറ്റ് ടോക്ക് വന്നിട്ടില്ല. കാരണം എന്നൊക്കെ ഒരു ബഹുമാന രീതിയിലാണ് എന്റെ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കേണ്ട പുള്ളിന്റെ ഭർത്താവ് കാണുന്നത്. ഈ വ്യക്തി അങ്ങനെയല്ല. ഈ വ്യക്തി ഭയങ്കര ഇന്റിമസി കാണിക്കുന്നതിനോട് ഞാൻ ഭർത്താവായിട്ട് നല്ല ബന്ധത്തിലാണ്. പക്ഷെ അതിപ്പോ ഇതിലേക്ക് മാറിയേക്ക ഈ ഒരു വ്യക്തി കാരണം ഡിവോഴ്സിലേക്ക് ഹൈക്കോർട്ടിൽ ഇത് ഫയൽ ചെയ്തേക്കാണ്. അതങ്ങനെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കയ്യിലേക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം ഈ ഷൊർണൂരിനടുത്തുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 മാസം ഫെബ്രുവരി തൊട്ട് ഇയാൾ എന്റെ ഫോളോവർ ആയിട്ട് ഇരിക്കാൻ മാത്രമാണ്. ഇയാൾ എപ്പോഴും ഭയങ്കര ഡീപ്പ് ലവ് ഇങ്ങനെ വിട്ടു. അപ്പോഴും എനിക്ക് അങ്ങോട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടി കൊച്ചേടി എടി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇയാൾ എപ്പോഴും മൊബൈലിൽ വന്ന് കമന്റ് ഇടും നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ. അപ്പോഴൊക്കെ നമുക്ക് വേറെ ഒരാളോട് ഇന്ന് വരെ ഒരാളിൽ നിന്നും അത്ര ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ ബോയ്സും നമ്മളോട് റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പെരുമാറുന്നത്. 2017 തൊട്ട് എനിക്കുള്ളത് അക്കൗണ്ട്സ് ഉള്ള. പക്ഷെ ഇന്ന് വരെ അങ്ങനെ പെരുമാറില്ല. ഈ ഒരു വ്യക്തി മാത്രം ഇങ്ങനെ. അപ്പോഴും ഈ വ്യക്തിക്ക് ചിന്തിക്കാം, എന്റെ കുട്ടിയായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത്, ഇപ്പൊ ഫാമിലി ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, ഇതൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഇതിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്ത് കയറേണ്ട ആവശ്യമില്ല. പിന്നെ എന്താവശ്യത്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് ഇലക്ഷന് വന്നതിന് ഒരു 3 മാസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു CPM-മാരെ കുറ്റം പറഞ്ഞിട്ട്. അത് എന്റെ വീടിന്റെ അടുത്തുനിന്ന് എനിക്കുണ്ടായ ഒരു CPM-മാരിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് എഴുതിയിട്ടാവുന്നത്.
ആ ഒരു എഴുതിയിട്ടത് വായിച്ചിട്ട് എന്നോട് ആരെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് ഇയാളെ കളത്തിൽ ഇറക്കിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഓക്കെ. കാരണം ഞാൻ 10 വർഷമായിട്ട് BJP-യുടെ മെമ്പർഷിപ്പ് എടുത്തേക്കുന്ന ആളാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യകാലത്ത് BJP-യിൽ 6 7 വോട്ട് മാത്രം കിട്ടിയ ഒരു ബൂത്തിൽ നിന്ന് BJP-യുടെ സ്ഥാനാർത്ഥി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു വോട്ട് എന്റെ ആയിട്ട് വന്ന 10 കൊല്ലം മുമ്പ് അങ്ങനത്തെ ആദ്യകാലമായിട്ട് ഞാൻ ശരിക്കും വന്ന ഒരാളാ. അങ്ങനെയുള്ള എനിക്ക് ഇതുവരെ BJP-ക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് BJP-ക്കാരിൽ നിന്നൊരു ആനുകൂല്യം ഒരു പരിഗണനയോ കിട്ടിയിട്ടില്ല. ഈ പണി എനിക്ക് കിട്ടുകയും ചെയ്തു, CPM-ന്റെ പണി എനിക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ള. കളത്തിൽ ഇയാളെ ഇറക്കിയിട്ട് ഇയാള് മുടിഞ്ഞ CPM-കാരനാണെന്ന് എനിക്ക് പല സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇയാള് വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ മന്ത്രി രാജേഷിന്റെ ഫ്രണ്ട് ആണെന്ന് എഴുതിയേക്കുന്ന ഒരു എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട് എല്ലാത്തിന്റെയും. സ്നേഹമായി കഴിഞ്ഞപ്പോ ഇയാള് വീഡിയോസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നല്ല, കാണുന്നതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മാസം ഇയാള് സ്നേഹമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഒരു പാട്ട് ഡെഡിക്കേറ്റ് പറഞ്ഞു പെട്ടെന്ന്. ആ പാട്ട് ഞാൻ യൂട്യൂബിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് റീല് ചെയ്യണതിന് മുമ്പ് ഒന്ന് കാണുമല്ലോ, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നിരീക്ഷിക്കാൻ വേണ്ടി. പാട്ട് കണ്ടപ്പോഴത്തേക്കും പഴയ ഒരു തമിഴ് പടത്തിലെ പാട്ടാണ്. ആ പാട്ട് എന്റെ ക്യാരക്ടറുമായിട്ട് സാമ്യമുള്ള ഒരു ക്യാരക്ടർ ആയില്ല, ഫീമെയില്. അപ്പൊ ആ ഫീമെയിൽ വേർഷനിൽ ഈ എനിക്കൊരു സഹതാപം തോന്നി ഈ പുള്ളിക്കാരനോട്. കാരണം ഇതാണല്ലോ എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ പാട്ടെന്ന് ഓർത്തപ്പോ എനിക്കൊരു ചെറിയൊരു സ്പാർക്ക് വീണു ഈ പുള്ളിയാണ്. അന്ന് മുതലേ ഇൻബോക്സിൽ, അതായത് ആദ്യം മുതലേ ഇൻബോക്സിൽ വന്നിട്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യണില്ല. പക്ഷെ ഇൻബോക്സിൽ ചെന്നിട്ട് ഇയാള് മൊബൈൽ നമ്പർ എഴുതിയിട്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു. കാരണം ഈ പാട്ട് നല്ലതാണല്ലോ, ഇത്രയും മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ ആണല്ലോ ഞാൻ അവോയ്ഡ് ചെയ്തേ നിർത്തി. അത് രാസാത്തി എന്നുള്ള ഒരു പാട്ടായിരുന്നു, വൈദേഹി വന്താൽ എന്ന് പറഞ്ഞ ഒരു പടത്തിലെ പണ്ടത്തെ. അപ്പൊ പണ്ടത്തെ പാട്ട് ഭയങ്കര മൈൻഡ് സെറ്റ് ഉള്ള ഒരു പാട്ടാണല്ലോ എന്ന് ഓർത്തപ്പോ എനിക്കൊരു സ്പാർക്ക് വേണം. കാര്യം ഫാമിലിയാണ്, ഞാനും ഇതാണെങ്കിൽ നമ്മളൊരു മനുഷ്യരാണല്ലോ, ഒരു ചെറിയൊരു സ്പാർക്ക് വേണം പുള്ളിയോട്. അപ്പൊ ഞാൻ ഈ മൊബൈൽ നമ്പർ കിട്ടിയപ്പോ തന്നെ ഞാൻ വിളിച്ചട്ടോ. വൈകിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഇയാള് പറഞ്ഞു, ഞാൻ ജോലി തിരക്കിലാണ്, ഞാൻ മന്ത്രിയുടെ CPM-ന്റെ ഒരു മന്ത്രിയാണ് ഏറ്റുമാനൂര്. പുള്ളിയുടെ അനിയന്റെ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യാണ്, പുള്ളിയുടെ അനിയന്റെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അബ്കാരിയാണ്, പിന്നെ ഷോപ്പൊക്കെയാണ് പുള്ളിയുടെ ജോലി. അതിന്റെ കൂടെ കോൺട്രാക്ടിങ് ഉണ്ട്, വീടിന്റെ കോൺട്രാക്ടിങ് എടുക്കലുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ് ഇവിടെ, പുള്ളിയുടെ വീട് തന്നെ ഇപ്പൊ പണിയണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. വൈകിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പറയാണ് എന്നോട്, ഇതിന്ന് മാറില്ല. ഇതിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ പ്രണയത്തിലായോ? അല്ല, ഇയാൾ എന്നോട് പറയുകയാണ് രണ്ടാമത്തെ കോളിങ്ങിൽ വൈകിട്ട് വിളിച്ചപ്പോ, എനിക്ക് ബിൻസിനെ സീരിയസ് ആയിട്ടാണ് ഇഷ്ടം. സീരിയസ് ആയിട്ടാണ് ഇഷ്ടം എനിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്നായപ്പോഴത്തേക്ക്, എന്നാലും ഈ പാട്ടും ഇയാളുടെ ആരാധനയും ഭയങ്കര ഒരു ഇതായി എനിക്ക്. വീണുപോയിന്ന് വെച്ചാൽ എന്റെ വീട്ടില് നനഞ്ഞ ആടം പോലെയാണ്. എനിക്ക് ഇന്ന് വരെ സ്നേഹം എന്താണെന്ന് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കെട്ടിയൊന്നും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണ്. അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സറിയാണ്ട് ഇവിടെ വന്നുപെട്ടതിന്റെ ദിക്കറിയായിട്ട് ഇങ്ങനെ അലയണ ആളാണ് ഇവിടെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രണയം തോന്നി. അങ്ങോട്ട് തോന്നിയതല്ല, തോന്നിപ്പിച്ചു പുള്ളിയോട്. അപ്പൊ തോന്നിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അന്ന് വൈകിട്ട് എന്നോട് പറയണേ, പുള്ളിക്ക് ചാത്തന്റെ ഉപാസകനാണെന്ന് അവര്, കുട്ടിച്ചാത്തന്റെ. അപ്പൊ ഉപാസകനാണ് പറയാ. അപ്പൊ അതുകൊണ്ട് എന്നോട് സത്യം ചെയ്യണം, ഒരിക്കലും ഇതിന്ന് മാറില്ലാന്ന്. ഒരേ വശം തന്നെ പുള്ളി CPM-കാരനാണ് താനും, പക്ഷെ കുട്ടിച്ചാത്തന്റെ ഉപാസകനുമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇതിന് മാറില്ല, എനിക്ക് സീരിയസ് ആയിട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം ഇട്ടു, ഇനി ഞാൻ മാറില്ല എന്ന് ഞാൻ അങ്ങ് സത്യം ഇട്ടു. അപ്പൊ സത്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിച്ചാത്തനാണല്ലോ എന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, നമ്മുടെ എവിടെയൊക്കെ കേട്ടേക്കണ കുട്ടിച്ചാത്തനെ നമ്മൾ ധിക്കരിക്കാനോ കളിപ്പിക്കാനോ പോയ ഭ്രാന്തി പിടിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പൊ ഞാൻ സത്യം ഇട്ട് പോവുകയും ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ അടുത്ത്, ഇനി എങ്ങാനും ഇതിന്റെ അകത്തുനിന്ന് മാറിയാൽ ഞാൻ വീട്ടിൽ കയറി തല്ലും, വീട്ടിൽ കയറി എന്നെ തല്ലും എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷണിപ്പെടുത്തി. ഇല്ല, മാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു വിളി, രാത്രിയും പലവട്ടം ഇങ്ങനെ വിളിയായി. പിന്നെ 6 മണി ഉണ്ടെന്ന് ഒരു സമയമുണ്ട്, രാവിലെ വിളിക്കും. ഞാൻ കൊച്ചിനെ ടിഫിൻ കഴിയണൊക്കെ ഇങ്ങനെ വെച്ചിട്ടാ ഫോൺ. കാരണം ഫോൺ എടുക്കാൻ ആവശ്യം പുള്ളി ചൂടാവും എന്റെ അടുത്ത്, പെട്ടെന്ന് ചൂടാവണ ടൈപ്പാണല്ലോ, മൂക്കത്താണ് ചുണ്ടി, ദുർവാസാവിന്റെ സ്വഭാവമാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, മെയ് മാസം ഒരാഴ്ചയോടെ കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, റീൽ എടുക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമുണ്ട്, അനങ്ങാമല എന്നും പറഞ്ഞിട്ട് പാലക്കാട് ഷൊർണൂരിൽ. അപ്പൊ അവിടെ വരാൻ പറഞ്ഞു, ഷൊർണൂരിനടുത്ത്. അപ്പൊ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതാണ്. പിന്നെ രജനീകാന്തിന്റെ സൗന്ദര്യയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ആ പടം ഒക്കെ രമ്യകൃഷ്ണനുമായിട്ടുള്ള പടയപ്പ, അതിന്റെ ഒരു പാട്ടൊക്കെ അവിടെ എടുത്തേന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു.
അപ്പൊ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് റീലിന് കിട്ടുകയും ചെയ്യും. എന്റെ ചാനലിലാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് റവന്യൂ വന്നു, ഫസ്റ്റ് റവന്യൂ വന്നു. അപ്പൊ ആ സമയത്തായതുകൊണ്ട് എനിക്ക് എടുക്കാലോ എന്ന് ഓർത്ത് ഞാൻ ഇവര് പറഞ്ഞ കേട്ടോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആളെ കാണുന്നത്. ആള് ഹൈറ്റ്, എന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു എനിക്ക്. പക്ഷെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഹൈറ്റ് കുറഞ്ഞ ഒരാളെ. പിന്നെ രണ്ടാമത് ഈ പ്രണയത്തിന്റെ ഓഫറായിട്ട് വന്ന അതും ഹൈറ്റ് കുറഞ്ഞ ആള്. പക്ഷെ എങ്കിൽ പോലും ഇല്ല, ഭംഗി അതില്ല, ഭംഗി അതിൽ ഒരു കലയുണ്ട് മുഖത്ത്, കലയുണ്ട്, ഒരു പൗരുഷമുണ്ട് മുഖത്ത്. ചോക്ലേറ്റ് ബോയ് ടൈപ്പ് അല്ല. അപ്പൊ നമുക്കൊരു പെണ്ണുങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നും അത് എന്തൊക്കെ പറഞ്ഞു. പക്ഷെ ഹൈറ്റ് ഇല്ല അതായത്. പക്ഷെ ഹൈറ്റ് ഇല്ലാതാനും എന്ന് പറഞ്ഞപ്പോ ഹൈറ്റ് എനിക്ക് ഭയങ്കര, ഞാനും ഹസ്ബൻഡും കൂടെ പോയത് ഇയാളെ കാണാൻ. കാരണം ആള് തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആളോട് ഫാമിലി ഫ്രണ്ട് ആയിട്ട് ഇരിക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൂട്ടുകാരനാന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും ചാനലിൽ വന്ന എപ്പോഴും എന്നാൽ ഇവർക്ക് ചിന്തിക്കാം, എനിക്ക് ഫാമിലികളാണ്, എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ കാണും, ബന്ധുക്കൾ കാണും, എന്നെ ഒരു പരിധി വിട്ട് കമന്റ് അടിക്കാൻ പാടില്ല എന്ന് ഇവർക്ക് ചിന്തിക്കാം. ശരിക്കും ചിന്തിക്കാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ 140ഓളം, എനിക്ക് ഇപ്പോഴും സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം, അതിന്റെ അകത്ത് പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും പേഴ്സണലായിട്ട് മോശം കമന്റ് അടിച്ചിട്ടല്ല, അവര് വ്യക്തിപരമായിട്ട് കൊള്ളില്ലാത്ത എന്തെങ്കിലും വീഡിയോസ് ഇടണ, പേരിടണേലൊക്കെ ഉള്ളൊരു ചെറിയ ഇത് വിഷമം പോലും വെച്ചിട്ട് വരെ 140ഓളം പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. എങ്കിൽ പോലും ഈ ഒരു വ്യക്തിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല ആദ്യം മുതൽ തന്നെ. എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, എന്തോ ഒരു നമുക്ക് വേർപിരിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഇതാ, എന്താന്നറിയില്ല. അത് ഈ പുള്ളിയുടെ ചാത്തസേവ തന്നെ ആയിരിക്കും കാരണേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേർപിരിക്കാൻ പറ്റിയില്ല, നമ്മള് ബ്ലോക്ക് ചെയ്തില്ല. അത് എന്റെ ഒരു മിസ്റ്റേക്കാണ് ആദ്യം മുതൽ തന്നെ. ബാക്കി ഞങ്ങള് അവിടെ നിന്ന് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. ഞങ്ങള് വരിക്കാശ്ശേരി മന സംശയം തോന്നിയില്ലേ? ഇല്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളോടും ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ടായിട്ടും പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമറിന്റെ ഫോളോവർ ആയിട്ടും വന്നേക്കുന്ന ആളാണ്. പിന്നെ ഈ ചേട്ടൻ ചാനൽ ഒന്നിച്ച് തുടങ്ങാന്ന് പറഞ്ഞിരുന്നു, ഒന്നിച്ച് യൂട്യൂബ്, അതിന്റെ എല്ലാ കാര്യം പുള്ളിക്ക് അറിയാന്ന് പറഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒരുപാട് അമ്പലങ്ങൾ വിശ്വസിപ്പിച്ചപ്പോ പുള്ളി ഒരു സാധു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്, ഒരു മനുഷ്യനെ കൃത്രിമമായിട്ട് ചതിക്കാനോ വഞ്ചിക്കാനോ അറിയില്ലാത്ത ആളാണ്, അത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പാവം മനുഷ്യനാണ് ആ കൊച്ചിന്റെ അപ്പൻ എന്റെ വീട്ടിലുള്ള. അപ്പൊ അയാൾക്ക് ചോക്ലേറ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരാളെ ഒലിപ്പിര അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ അടുത്ത് പോലും അതിന് വരില്ലാത്തത്. ഭാര്യയായി വീട്ടിൽ വന്ന ആളുടെ പ്രണയം അങ്ങനെയില്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഭയങ്കര ഡീസൻസി ഉള്ള ഒരാളാണിത്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താ പറയൂ, ഈ പ്രണയം ഉള്ള ആളുകൾക്ക് സ്നേഹം ഉണ്ടാവില്ല, സ്നേഹമുള്ള ആളുകൾക്ക് സ്നേഹമുള്ള ഉള്ളിലുള്ള ആളുകൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഗൗരവമുള്ള ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇഷ്ടം എന്തായാലും അത്യാവശ്യം പ്രണയമുള്ള ആളെയായിരുന്നു. അതാണ് എന്റെ കൺസെപ്റ്റ്. കാരണം എന്റെ വീട്ടിൽ ആങ്ങളമാരില്ല. എന്റെ വീട്ടില് ഉണ്ടായേക്കണ കൂടുതൽ ഞങ്ങളുടെ വീടുകളില് മക്കളായിട്ട് ഉണ്ടായേക്കണ പെൺപിള്ളേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വർക്ക് ഇങ്ങനെ ചെയ്യണ കാര്യമൊക്കെ സംസാരിച്ച് വരിക്കാശ്ശേരി മന കാണാനായിട്ട് പോയി, ഷൂട്ടിംഗ്. പിന്നെ അല്ല, അന്ന് തന്നെ അതും കണ്ടു കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരാൻ നേരത്ത് ആള് എന്നോട് ചോദിച്ചു, ഞാൻ കുളപ്പള്ളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫോണിലേക്ക് ആള് മെസ്സേജ് ഇട്ടു, എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലെ, എനിക്ക് ഹൈറ്റ് കുറവെന്ന്. ഒരാളുടെ അതായത് ന്യൂനത വെച്ചിട്ട് അവര് തന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോ നമുക്ക് അതൊരു ഭയങ്കര ഒരു മനസാക്ഷിക്കത്ത് എനിക്ക് സഹതാപം തോന്നി. അപ്പൊ എനിക്ക് നമ്മൾക്ക് ഇത്തിരി എന്തെങ്കിലും മേന്മ തന്നിട്ടെങ്കിൽ അത് ദൈവം തന്നതാ, അത് എപ്പോഴാണെങ്കിലും ഇല്ലാണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വ്യക്തി അതിനെക്കുറിച്ച് അയാളുടെ ന്യൂനത വെച്ചിട്ട് അങ്ങനെ പറയുമ്പോ അത് മോശമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഒരിക്കലും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ശരിക്കും അത് കേട്ടപ്പോ പിന്നെ എന്തോ എനിക്കറിയാം, അല്ലെങ്കിൽ ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ശരിക്കും പിന്നെയും പറഞ്ഞു. അതെങ്കിൽ എനിക്ക് കണ്ണ് നിറഞ്ഞൊഴുകി. എനിക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് ഞാൻ ചൂടാവും, പക്ഷെ എങ്കിൽ പോലും പെട്ടെന്നൊരു ഭയങ്കര ഒരു മനസ്സലിഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഞാൻ കണ്ണ് ശരിക്കും അങ്ങോട്ട് നിറഞ്ഞൊഴുകിട്ടോ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ പിന്മാറില്ല, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, എന്നാ അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും ഫോൺ വിളി കാര്യങ്ങളൊക്കെ ആയി. പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരുന്ന പോരാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പോരാ. അപ്പൊ ഞാൻ പറഞ്ഞു, ജീവിതത്തിലേക്ക് ഓപ്പൺ ആയിട്ട് റിലേഷൻ ആവണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പറയാൻ പോവാണ്. എന്നിട്ട് ഞാൻ അപ്പോഴും ചോദിക്കണ്ട്, വൈഫും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ. അപ്പൊ പറഞ്ഞു, വൈഫ് ഉണ്ട്, എനിക്ക് 21 വയസ്സായ 20 വയസ്സായ ഒരു കുട്ടി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വയസ്സായ ആളാണോന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഈ പ്രായത്തിലൊക്കെ അല്ല. അപ്പൊ ഞാൻ ചോദിക്കണ അന്നേരം ആളെന്റെ അടുത്ത് പറഞ്ഞു, 20 വയസ്സുള്ള ഒരാളാണ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ
അയാൾക്കൊരു 50 വയസ്സ് 60 പക്ഷെ വയസ്സ് ഇത് പ്രായം. അവിടെയാണ് തെറ്റിയത്. ഉം. 21 വയസ്സിലാണ് ആള് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. അതായത് ആള് മുറപ്പെണ്ണിനെ തന്നെയാണ് കെട്ടിയേക്കണത്. അമ്മയുടെ ആങ്ങളയുടെ കുട്ടീനെയാണ് കെട്ടിയേക്കണതെന്ന് പറഞ്ഞു. അത് പോരായിരിക്കും അല്ലേ? അത് പോരാ പുള്ളിക്ക്. എന്താ അത് പോരെങ്കിൽ അന്ന് ചിലപ്പോ പുള്ളിയുടെ തലയിൽ അതായിരിക്കും, നമുക്ക് അറിയില്ലല്ലോ. 21 വയസ്സ് അങ്ങനെ പ്രണയത്തിലേക്ക് ജീവിതത്തിലേക്ക് വരാൻ പറഞ്ഞു. അല്ല, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ ഈ വൈഫ് ഇവരൊക്കെ അറിയില്ലെന്ന് ഞാൻ ചോദിച്ചു. അവരറിഞ്ഞ പ്രശ്നമാവില്ലെന്ന് ചോദിച്ചു. എന്റെ വീട്ടിലൊരു അവസ്ഥയുണ്ട്, ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ല, നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിച്ചു, അതൊരു അവസ്ഥയുണ്ട്. പക്ഷെ അവരുടെ വീട്ടിലെ കാര്യം കൂടെ നമുക്ക് അറിയണ്ടേ. അല്ലാണ്ട് നമ്മളൊരു ഇതിൽ ചില്ലാൻ പാടില്ല, മോശമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ എടുത്തു ചോദിച്ചു. എടുത്തു ചോദിച്ചപ്പോ ഈ വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 8 വർഷം പോലീസിലായിരുന്നു, പോലീസിൽ ജോലിയായിരുന്നു ചെർപ്പശ്ശേരിയില്. അപ്പൊ ജോലി ആയതുകൊണ്ട് എന്നെ എല്ലാവർക്കും ഭയമാണ്. പോലീസുകാരനായതുകൊണ്ട് എന്റെ വീട്ടിലുള്ളവർക്ക് എന്നെ ഭയമാണ്. ഞാൻ പറയണതാ വീട്ടിൽ കേൾക്കോളൂ, ഞാൻ ഇത് സീരിയസ് ആവുമ്പോ ഞാൻ പറയാനുണ്ട്, അപ്പൊ ഞാൻ അവരെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇവര് പറയണതുള്ളൂ. ഇനിയിപ്പോ പറയണ പോലെ ഉണ്ടോന്ന് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഓക്കെ ശരി. പിന്നെ പുള്ളി മാറാനും തയ്യാറല്ലോ, പുള്ളി സ്നേഹമായിട്ട് തന്നെ പോവല്ലേ മുന്നോട്ട്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ കണ്ടും 20 ദിവസം എങ്ങനെ എത്രയും തള്ളി വെക്കും, അപ്പൊ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പ്ലോട്ട് മേടിച്ചിട്ടുണ്ട് കൊരട്ടിയില്, ഞാൻ വീടിന്റെ തറപണി കഴിഞ്ഞിട്ടേക്കണേ, എന്നാലും എനിക്കത് വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ബാക്കി പണിയണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തടസ്സങ്ങൾ എന്തുകൊണ്ട് ബാക്കിലൊരു അതിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അറിയണേ. അപ്പൊ അതിന്റെ ദോഷമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ട്, ഇവർക്ക് ജ്യോതിഷം കൂടെ അറിയാം, പോലീസുകാരനാണെങ്കിലും ജ്യോതിഷം അറിയാന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒന്ന് വരുമോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആള് പറഞ്ഞു, എന്നാ പോവാന്നും പറഞ്ഞിട്ട് ആളെന്ന് അയക്ക് മുമ്പ് ഞാൻ വീട്ടിൽ പോയി ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരാതെ ഇട്ടാ മതി, അവിടെ ഇപ്പൊ സ്ഥലം വിറ്റ് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൊണ്ടേ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ആള് ഞങ്ങളുടെ വണ്ടിയിൽ കയറി വന്നു, പ്ലോട്ടിൽ വന്നു. കുഴിച്ചിട്ടെങ്കിലും വിറ്റൊന്നും പോയില്ല, ഇതുവരെ വിറ്റിട്ടില്ല പ്ലോട്ട്, പോയിട്ടില്ല. അന്ന് പുള്ളി തേങ്ങ അടിച്ചപ്പോ തേങ്ങ ചിതറിപ്പോയി. എന്റെ പേരിൽ ഭൂമി ഉള്ളതായതുകൊണ്ട് ആ തേങ്ങ ചിതറിപ്പോയി. ഇപ്പൊ ആള് പറഞ്ഞു, എനിക്കാണ് ദോഷം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ദോഷം മാറാൻ മുട്ടറക്കൽ നടത്താനായിട്ട് ഗുരുവായൂർ പോണോന്ന് പറഞ്ഞു. അപ്പൊ അതൊരു കാരണമായല്ലോ, ടീച്ചറിന്റെ അടുത്ത് പറയാനൊരു കാരണമായി, മുട്ടറക്കൽ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാ പിന്നെ ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് ആള് പിറ്റേ ദിവസം പുള്ളിയുടെ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളി ഏറ്റുമാനൂരിന്ന് പുള്ളി വയറ്റിലേക്ക് ഹബിലേക്ക് വന്നു. ഞാനുമായിട്ട് പുള്ളി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ബസ്സില്. കാരണം ഇവിടെ 80 വയസ്സായ ഒരു ഭർത്തൃപിതാവുണ്ട്, പുള്ളിനെ ഗുളിക എടുത്തു കൊടുക്കണം, അതിനുള്ള കാര്യങ്ങൾ കുട്ടി എന്റെ അതൊന്നും ഇട്ടിച്ച് ഹസ്ബൻഡിന് ഞങ്ങൾ ഒന്നിച്ചു പോയി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റ് ആവുകയാണല്ലോ, വൈകുന്നേരമായി, ലേറ്റ് ആവും. അപ്പൊ റൂം എടുക്കാണ്ട് പറ്റില്ല, റൂം എടുത്തു. അപ്പൊ നല്ല സ്ക്രിപ്റ്റാ. എന്നിട്ട് പിന്നെ റൂം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ താമസിക്കണമല്ലോ ഒരുമിച്ച്, എല്ലാ രീതിയിലും തന്നെ ഒരുമിച്ച്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എല്ലാ രീതിയിലും തന്നെ. കാരണം പുള്ളി പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലാതെ ഡിവോഴ്സ് കിട്ടില്ല. ക്രിസ്ത്യൻ നിയമപ്രകാരം ഡിവോഴ്സ് അനുവദിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിഹിതം ഉണ്ടാവുകയോ, അതല്ലെങ്കിൽ ഭ്രാന്ത് വരികയോ, അതല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യണം. ഇതാണോ ക്രിസ്ത്യൻ മതത്തിന്റെ? അതാണ് 3 പ്രധാന കാരണം. പിന്നെ മ്യൂച്വലായിട്ട് ചെയ്യണവരുണ്ടാവും, അല്ലാതെ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അങ്ങനെ 3 കാരണങ്ങളിൽ ഒരു അവിഹിതം നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെന്ന് കൂട്ടിക്കഴിഞ്ഞിട്ട്, അല്ലാണ്ട് പിന്നെ ഇത് എന്ത് ചെയ്താൽ തന്നെയില്ലല്ലോ. 14 വർഷമായിട്ട് ഡിവോഴ്സ് തന്നെയില്ല, ആള് തന്നെയില്ല, ഞാൻ വന്നതുമല്ല, മനസ്സറിഞ്ഞു. എന്റെ ഭാഗത്ത് ഇതൊക്കെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? എന്നാ പിന്നെ ദൈവമായിട്ട് ഇട്ടുന്ന വഴിയായിരിക്കും ഓർത്തിട്ട് അവിഹിതെങ്കിൽ അവിഹിതം 1ാമത്തെ പോയിന്റിൽ ഞാനും പിടിച്ചു. എന്നിട്ട് പിന്നെ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആള് എന്റെ മാല തന്നെ ഊരിയിട്ട് എന്റെ കഴുത്തേൽ ഇട്ട് തന്നു. അതായത് ആള് ജ്യോതിഷം പഠിച്ചതുകൊണ്ട് ആള് എന്നെ മന്ത്രം. അപ്പൊ ഞാൻ ചോദിക്കണ്ടേ, ഇത് എന്റെ ലോക്കറ്റ് മാലയല്ലേ, ഒരു താലി മേടിച്ചിട്ട് പൂജിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ആള് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം അപ്പൊ ഇത് തൽക്കാലം ഇത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ ആള് കെട്ടി തന്നിട്ട് ആള് പറഞ്ഞു, എനിക്ക് വഴിപാട് അവിടെ വെക്കാനുണ്ടല്ലോ, ഈ താമരമുട്ടും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഗുരുവായൂരപ്പനും വഴിപാട് കൊണ്ടുവയ്ക്കണം. അപ്പൊ അത് കൊണ്ടുവച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തന്നെ വീഡിയോ ഒക്കെ എടുത്ത് പിറ്റേ ദിവസം ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോഴൊക്കെ പലവട്ടം തന്നെ പറയണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് വീട്ടുകാരായിട്ട് ഉണ്ടാക്കിയതാണ്, റീക്രിയേറ്റ് ചെയ്ത പോലെ. കാരണം വെച്ചാൽ ഇവരോട് നോർമലി നമ്മൾ പറഞ്ഞതാണ്, ഒരു 5-6 കൊല്ലായിട്ട് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിട്ടേക്കണല്ലേ, എനിക്ക് ഡിവോഴ്സ് ആട്ടെ, അത്ര ഒരു തവണ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച എത്തുമ്പോഴത്തേക്കും പുള്ളി സീരിയസ് ആയിട്ട് ചോദിക്കും നമ്മളോട്, എന്റെ കൂടെ വാ എന്ന് പറയും, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയും. അപ്പൊ തൃശ്ശൂർ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ രണ്ടാമത് ഒരു അടുത്ത വഴിപാടിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ വടക്കുന്നാഥന്റെ അമ്പലത്തിലാണ് രണ്ടാമത് പോയപ്പോഴത്തേക്കും വടക്കുന്നാഥന്റെ അമ്പലത്തിലും പോയി. പിന്നെ റൂം എടുക്കാനായിട്ട് അവിടെ അങ്ങനെ തന്നെ റൂം എടുത്തു.
ഇത് രണ്ടു പ്രാവശ്യം പുള്ളി ഒരു കാര്യം ഇതിന് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പുള്ളിക്ക് ഹിന്ദുക്കളാണല്ലോ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ വൈഫിന്റെ അടുത്ത് എനിക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടാം. കാരണം 21 വയസ്സായ കുട്ടിക്ക് ചെലവിനെടുക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രായപൂർത്തിയായ കുട്ടിയാ അമ്മ. അവരെ ഡിവോഴ്സ് ചെയ്യാൻ പിന്നെ എനിക്കൊരു കാരണം ഉണ്ടാവൂല്ലോ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇപ്പൊ രണ്ട് കാരണങ്ങളാണ് ഈ അവിഹിതത്തിലേക്ക് വരും. ഒന്ന്, നിങ്ങളുടെ മതാചാര പ്രകാരം അവിഹിതം ഉണ്ടാവണം. മറ്റേ ആള് പറയുന്നത് അയാളുടെ മതാചാര പ്രകാരം അവിഹിതമായി ഗർഭം ഉണ്ടാവണം. രണ്ടും നല്ല കാരണങ്ങളാണ്. അപ്പത്തേക്ക് ഞാനത് വിശ്വസിച്ചു. അത് പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുട്ടി ഉണ്ടാവണില്ല. 3 പ്രാവശ്യം പോയപ്പോഴാണെങ്കിലും കുട്ടി ഉണ്ടാവില്ല. എന്റെ കുട്ടിക്ക് അപ്പൊ ചുരുക്കി പറഞ്ഞ വഴിപാടുകൾ ഒരുപാടായി. വഴിപാടുകൾ ഒരുപാടൊന്നായില്ല, 2-3 പ്രാവശ്യം ആയി ഇപ്പൊ പോക്ക്. 3-4 പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ബേച്ചേട്ടനോട് എനിക്ക് പറയേണ്ടി വന്നു. കാരണം ഞാൻ പറയേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, എനിക്കൊരു സംശയം വന്നു. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആണോ എന്നുള്ളൊരു സംശയം വന്നു. പക്ഷെ അത് സംശയം മാത്രമായിരുന്നു. പെട്ടെന്ന് ഞാനിവിടെ കൃഷ്ണ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പ്രഗ്നൻസി അല്ല. പുള്ളിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? പുള്ളി അന്നേരം പറഞ്ഞു, എടി അതിനിവിടെ തന്ത മരിച്ചു പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട്, പ്രഗ്നന്റ് ആണെങ്കിലും നീ പേടിക്കണ്ട എന്ന് പുള്ളി പറയാണ്. അത്ര വിശാല മനസ്സിലായി. അതല്ലേ അതിനു വേണ്ടി ട്രൈ ചെയ്തത്. ഈ ലോകത്ത് പ്രിവെൻഷൻ എടുക്കാൻ മാർഗങ്ങളില്ലാണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും അത്രയും വിശ്വാസം, പുള്ളിന് പ്രതീക്ഷയാണ്, എനിക്ക് വിശ്വാസക്കുറവില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബീച്ചേട്ടന് കളിയുടെ ഒരു ടേസ്റ്റ് മാറി എന്ന് മനസ്സിലായി. ബീച്ചേട്ടന് മനസ്സിലായി ഞാൻ ഡീപ്പായിട്ടുള്ള ലവ് തന്നെയാണ് ഈ ഹസ്ബൻഡിനോടല്ല ഈ വ്യക്തിയോടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു പ്രൊമോഷൻ കൊടുക്കാണ്ട് ഇത് തയ്യാറാവണത്. ഞാൻ വേറൊന്നും അല്ല ചിന്തിച്ചേ, ഇവിടെ ഒറ്റ മോനാണ്, ഞാനും വേറെ ആര് സഹോദരൻ, ഒരു ഉണ്ടാവണം. ഒരു കുട്ടി, ഞാൻ മരിച്ചു പോയാലും ഒരു ആള് കയറി ചെല്ലാൻ ജീവിതാവസാനം വരെ ഉണ്ടാവണം, ഒരു സഹോദരൻ. ഇവർക്ക് താല്പര്യമില്ല, ഓൾറെഡി ആദ്യ ഹസ്ബൻഡിന് താല്പര്യമില്ല. എന്റെ ലക്ഷ്യം നല്ലതാ. കാരണം ഞാൻ ഡിവൈനിൽ ഇതിനെ കുറിച്ച് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അച്ഛനും പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം നല്ലതാ. കാരണം ആ അച്ഛൻ പറഞ്ഞു ദൈവത്തിനാണ്. അച്ഛൻ പറഞ്ഞു, നിന്റെ കുട്ടിക്കൊരു സഹോദരിയോ സഹോദരനോ ഉണ്ടാവുമല്ലേ, അതിനു വേണ്ടി ഒരു ലക്ഷ്യത്തിലേക്കാണല്ലോ, അല്ലാണ്ട് ബാക്കിയുള്ള പെൺപിള്ളേരെ സാധൂകരിക്കണം. അതുപോലെ കാരണം വേറെ ഇവർക്ക് ഒരു വേറെ കുട്ടിക്ക് രണ്ടാമതൊരു കുട്ടിക്കോ താല്പര്യമില്ല. സംഗതി മനസ്സിലായി. ഒന്ന് 3 കാര്യങ്ങളാണ്. അപ്പൊ ഇത് 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഭർത്താവ് അറിഞ്ഞു. 2, നിങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രണയം, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കഴിഞ്ഞു. 3-മത്, കുട്ടിക്കൊരു തന്തയെ വേണം, അതിനുവേണ്ടി തുണ വേണം. അപ്പൊ അതിനുവേണ്ടി 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ തെറ്റിന് തയ്യാറായത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഈ പ്രണയം നടിച്ച് നിങ്ങളെ ഇതൊക്കെ ചെയ്തയാള് നിങ്ങളോട് ചെയ്ത ക്രൂരത എന്താണ്? ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അതിന് പറ. സത്യം പറഞ്ഞ ഇനിയാണ് ഞെട്ടലുണ്ടായ അനുഭവങ്ങൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രഗ്നന്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ തന്നെ ഹസ്ബൻഡിന് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളൊരു ധാരണയായി. അപ്പൊ തൊട്ട് കളിയുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ വ്യക്തിയോടും ഉള്ളിൽ നല്ല വൈരാഗ്യമായി, എന്നോടും നല്ല വൈരാഗ്യം. ആള് പറഞ്ഞു വേറൊരു റിലേഷൻ അല്ല, ബിജു പറയണ പോലെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറയണ്ടെങ്കിലും പുള്ളിക്ക് നല്ല അവിശ്വാസമായി. പിന്നെ ഈ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് സ്വഭാവത്തിലും വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പത്തേക്കും ഈ ആള് പറഞ്ഞു, എന്റെ അമ്മേനെ പോയി കാണണമെന്ന് പറഞ്ഞു. എന്റെ അമ്മേനെ കാണണമെന്ന് പറയും. ഈ ആള് വീഡിയോ കോൾ ചെയ്യണതെല്ലാം ഈ കുട്ടി കാണണ്ടായിരുന്നു. കുട്ടിക്ക് സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, നമുക്ക് അൻസാർ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറയണ്ടേ. അപ്പൊ ഞാൻ ഇതെന്താ അൻസാർ ഹോസ്പിറ്റൽ, അതിപ്പോ ഞാൻ അന്വേഷിച്ചു, നെറ്റിൽ അടിച്ചു നോക്കി. ഇപ്പൊ പെരുമ്പിലാവ് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു ഹോസ്പിറ്റലാണ്. അത് ഈ മെന്റൽ ഹെൽത്തിനൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ കുട്ടിയുടെ കാര്യം എന്താണ് ഇങ്ങനെ പറയണത്, കുട്ടി ആണെങ്കിൽ ക്ലാസ്സിലെ ടോപ്പേഴ്സിലോ ഒരാളാണ്, വേറെ ബാക്കിയുള്ള പിള്ളേരെ കൂട്ടി കുസൃതികളില്ല. പക്ഷെ ഇത് പിന്നീട് കേസാവുകയാണെങ്കിൽ കുട്ടിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്താൽ കുട്ടി പറയണ വാക്കുകൾക്ക് മൊഴി ബലം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി കളിച്ചതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും കുട്ടീനെ അങ്ങനെ ഒരു രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും കൊണ്ടേയില്ല. പക്ഷെ പുള്ളി വീണ്ടും എന്താ വെച്ചാൽ ഒക്ടോബർ 9-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും എന്റെ അമ്മേനെ വിളിച്ചിട്ട് കോതമംഗലത്ത് നിന്ന് വരാൻ പറഞ്ഞ് മൂവാറ്റുപുഴ വന്ന് കാണണമെന്ന് പറഞ്ഞ് അമ്മയായിട്ട് സംസാരിച്ച എടുത്ത വഴിക്ക് പുള്ളി പറയാണ്, പുള്ളിയും ഹസ്ബൻഡും തമ്മിൽ എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഒരു അടുത്തേക്കും വിളിച്ചാൽ ഞാൻ വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പിടിപ്പില്ല എൻ്റെ കയ്യിൽ. അപ്പൊ ഒന്നല്ലെങ്കിൽ 2 പേരെ കാണിച്ച് മാലയായിട്ട്, സാക്ഷിയായിട്ട് കാണിച്ച് മാല ഇടണം, അതല്ലെങ്കിൽ വിവാഹമായിട്ട് കഴിക്കാമെങ്കിലേ ഞാൻ വരുള്ളൂ. പിന്നെ കൂടെയുള്ള വരവിനും ഇതായി. എന്നാൽ വീട്ടിൽ ഈ കാര്യം പ്രഗ്നന്റ് ആവാണ്ട് പറയാനുള്ള ധൈര്യം പുള്ളിക്ക് ഇല്ലാതായിരുന്നു. അപ്പൊ പുള്ളിക്കും ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയും. അപ്പൊ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ എന്നോട് കല്യാണം കഴിക്കണം, മാല ഇടണം എന്നൊക്കെ പറയണം. അപ്പൊ ഞങ്ങൾക്കാണ് ഈ ഒറ്റ ഇതല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും എന്നോട് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്, തുടക്കത്തിൽ ആദ്യം മുതലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, മലപ്പുറം ജില്ലയിലൊക്കെ മേത്തന്മാര് ചെക്കന്മാര് 2ഉം 3ഉം ചിന്ന വീട് സെറ്റപ്പ് ഒരേ ടൈം കൊണ്ടു നടക്കണം. അപ്പൊ അതോ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ
വിൻസിനെ അങ്ങനെ തന്നെ കൊണ്ടുനടക്കോ, എങ്ങനെയാണെങ്കിലും ഏത് രീതി കൊണ്ടുനടന്നാലും ഞാൻ മരണം വരെ വിൻസിയുടെ കൂടെ ഉണ്ടാവും തന്നെ ഉറപ്പിച്ചു പറയാണ്. എന്റെ കുട്ടിയുടെ കയ്യെ സത്യം ഇടണം, എന്റെ കയ്യെ സത്യം ഇടണം. ഈ ആദ്യ ഭർത്താവായിട്ടിരുന്ന വ്യക്തിയുടെ മുമ്പിൽ സത്യം ഇടണം. അപ്പൊ ഇത്രയൊക്കെ പറയും, സത്യം ഇടും, മരിച്ചുപോയ മാതാപിതാക്കളെ പിടിച്ച് സത്യമൊക്കെ ചെയ്യുമ്പോൾ ആള് ജെനുവിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഈ അമ്മയായിട്ട് മൂവാറ്റുപുഴ വന്ന് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് 5000 രൂപ എടുത്തു കൊടുത്തിട്ട് പുള്ളി പറയാണ്, പുള്ളി പറയണതിന്റെ, ഞാൻ വെറുതെ പറയാണെന്നല്ല, എന്റെ കയ്യിൽ അതിന്റെ വീഡിയോ അല്ല ഓഡിയോ റെക്കോർഡർ ഉണ്ട്. എന്റെ മുൻ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയണത് പുള്ളി. കാരണം അതിന്റെ അകത്ത് പറയാണ്, എടാ നമ്മള് രണ്ടുപേരും കുടുങ്ങും, അല്ലെങ്കിൽ ഇവരുടെ അമ്മേനെ വിളിച്ചിട്ടെന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് ബിൻസീനെ ഒരു സൈക്കാട്രി ഇതിലാണെങ്കിൽ കാണിക്കാം, അങ്ങനെ ഒരു ലെവലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മള് രണ്ടുപേരും ഇതിന്റെ അകത്ത് തെറ്റുകാരാവും. ഇവര് പറയണ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾക്കാണ്. അപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവര് 5000 രൂപ കൊടുത്തിട്ട് അങ്ങനെ ആക്കാനുള്ള ശ്രമം നടന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡി ഡോക്ടർ ഉണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് രണ്ടുപേരും ഉറക്കക്കുറവാണ് എന്ന് പറഞ്ഞു വന്നത് വെറുതെ ആണെന്നുള്ളത്. ഇത് ഞാൻ വേഗം എൻട്രൻസിലേക്ക് ഇറങ്ങി അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാനിങ്ങനെ വേറൊരു അലയൻസ് തുടങ്ങിയപ്പോഴത്തേക്ക് അതിനെന്നെ മോശക്കാരിയാക്കാനായിട്ട് അതിന് കേസിന് ബലം കിട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഇവര് സൈക്കാട്രി വകുപ്പിൽ കാണിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെല്ലാം അവിടെ കൂടി ഈ മുൻ ഹസ്ബൻഡിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതൊന്നും വേണ്ട, സമ്മതം ഇല്ലാണ്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. അത്രയും ഇപ്പൊ ഒരാളെ കണ്ടറിയാലോ, ഒരാള് വയലന്റ് ആണെങ്കിൽ അത് കൈവിട്ടു പോയി, അവരുടെ തലയിൽ നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാം. അല്ലാണ്ട് ഒരാളെ ഡോക്ടറെ കാണിക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. അപ്പൊ അതുകൊണ്ട് അത് അതിലേക്ക് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ആ ചേട്ടൻ പറഞ്ഞു, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ കാണിക്കാനും നടക്കില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് പെട്ടെന്ന് പോയിന്റ് മനസ്സിലായതുകൊണ്ട് കേസ് കൊടുത്തേക്കണ കാരണം കാണിക്കണേന്ന് അവരങ്ങനെ പിടിച്ചു നിർത്തിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്നു. ഞാൻ വേഗം ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് നേരെ മരട് സ്റ്റേഷനിൽ ചെന്നു. മരട് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഇവര് അമ്മയും ആദ്യത്തെ ഹസ്ബൻഡോടെ വന്നേക്കാണ് അവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ SHO ഇവര് പറയണം, മുതിർന്നവരെന്നുള്ള ലെവലിൽ ആദ്യം ഞങ്ങളോട് കൂടി നിന്നെങ്കിൽ ഇവര് പറയണ കേട്ടിട്ട് അപ്പൊ ഇനി ഒന്നുമില്ല, എന്നാ പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒന്നുമില്ല. അപ്പൊ തന്നെ ഇവര് ഈ അമ്മ എന്ന് പറയുന്ന ആള്, എന്റെ അമ്മ എന്ന് പറയുന്ന ആള് പറഞ്ഞു, അന്യൊരു മതസ്ഥന്റെ കൂടെ പോയ ഒരാളെ എനിക്ക് മകളായിട്ട് വേണ്ട, ഞാൻ ഇവിടെ എഴുതി ഒപ്പുവെച്ചിട്ടാ. പോലീസുകാർ പറഞ്ഞു, അങ്ങനെ ഒപ്പുവെച്ചാൽ തീരുന്നൊരു ബന്ധമല്ലല്ലോ, അതുകൊണ്ട് എഴുതി വെക്കലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവര് എന്നാ എന്റെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല, എന്റെ നാടിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ എഴുതി വെക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് വൈറ്റ് ലാബിൽ നിന്ന് അങ്ങനെ കയറിപ്പോയി. ഞങ്ങൾ റെന്റ് ഹൗസിലേക്കും പോയി. പിറ്റേ ദിവസം മുതൽ ഫോൺ നമ്പർ അങ്ങ് മാറ്റി. മമ്മിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്നെ ചീറ്റ് ചെയ്യാൻ ഇവരും കൂട്ടി നിന്നു എനിക്കൊരു വിശ്വാസം വന്നു എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചല്ലോ എന്ന് ഓർത്തായിരിക്കും പുള്ളി നമ്പർ അങ്ങ് മാറ്റി. ഒരു 5-6 ദിവസമൊക്കെ ഫോൺ എപ്പോഴും 1 മണിക്കൂറിൽ 10 പ്രാവശ്യം വിളിച്ചോണ്ടിരുന്ന ആൾ വിളിക്കണില്ല. എനിക്കും ടെൻഷനായി, എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കോ എന്ന് ഓർത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണമൊന്നുമില്ല, ആഹാരേ കഴിക്കണില്ല. വേറെ വീടിന്റെ തേച്ചിട്ട് പോയി. ഇവര് പേടിച്ചിട്ടാണല്ലോ. ഇനി നിങ്ങൾക്ക് എന്താണ് നീതി വേണ്ടത് ഇതിൽ നിന്ന്? എനിക്ക് ഇതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ പറഞ്ഞ നീതി, ഒരു തേർഡ് റേറ്റ് വുമണിനാണെങ്കിൽ പോലും കിട്ടാവുന്ന ഒരു നീതി, പ്രതിഫലം ഉണ്ടല്ലോ അവർക്ക് ഒരു പ്രതിഫലം കൊടുത്തിട്ട് എനിക്ക് നീതി വേണ്ടത് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കുക. ജീവിത അവസാനം വരെ മേത്തന്മാര് ചെക്കന്മാര് വരെ 1ഉം 2ഉം ഒരേ സമയം കൊണ്ടുപോകണമെന്നാണല്ലോ പറഞ്ഞത്. ആ ധൈര്യം കാണിക്കണ്ടേ? ഒന്നല്ലേ അത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് പോലും പ്രതിഫലം കൊടുത്തിട്ട് അവരെ കൊണ്ടുപോകണത്. അപ്പൊ എനിക്ക് പറഞ്ഞ പ്രതിഫലം ഒരു താലിയാണ്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോഴും ആ വ്യക്തിയോട് നിങ്ങളൊക്കെ പറയും എനിക്ക് വെറുതെ വ്യക്തിസ്പർദ്ധയാണ്, അല്ലെങ്കിൽ പുരുഷവർഗത്തോടുള്ള വിദ്വേഷം കാരണം ഞാൻ ഇപ്പൊ ആ വ്യക്തിനെ ഇതാക്കണേന്ന് അതിന്റെ അകത്ത് വാങ്ങിച്ചു വെച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും അതിന്റെ അകത്ത് വാങ്ങിച്ചു വെച്ചേക്കണം. ഈ വ്യക്തിയുടെ ഞാൻ ഇപ്പൊ പേര് പറയാൻ പാടില്ലാത്തോണ്ട് കേസ് നടക്കണമായിരുന്നു, ഞാൻ പേര് പറയാനുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നു. ഈ വ്യക്തിയുടെ പേരിൽ ഈ വ്യക്തി പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഇട്ട് താലിക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് താലിയായിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് പിന്നീട് പൂജിച്ചിട്ട് അമ്പലത്തിൽ വെച്ച് അവിടെ തന്നെ മമ്മിയൂര് വെച്ച് കെട്ടാന്നും പറഞ്ഞിട്ട് ഈ ആള് പറഞ്ഞിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച, പക്ഷെ ആള് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഒന്ന് ആലോചിച്ച് എനിക്ക് പുരുഷവർഗത്തോട് മൊത്തം വിദ്വേഷമാണെങ്കിൽ എനിക്ക് ഈ ഗോൾഡിന്റെ താലി നോക്കി ഇത് വാങ്ങിച്ച് മമ്മിയൂര് വെച്ച് കെട്ടാന്ന് ഈ വ്യക്തി പറയണ ഇതൊക്കെ എനിക്ക് എന്താ ഈ ആളുടെ പേര് എഴുതിയൊരു താലി വാങ്ങിച്ച് എനിക്ക് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഇത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് തമാശയായിട്ടാണെങ്കിൽ നമുക്കറിയില്ല ഈ വ്യക്തിനെ ഇരിക്കും മുമ്പ് ഇവര് തമാശയായിട്ടാണോ ഇവര് പാരൽ സൈക്കോയാണോ ഇതൊന്നും. അപ്പൊ ബിൻസി, കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ഇതിൽ തെറ്റുകാരെന്ന് പറയാൻ നിങ്ങളും രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അതിലെ വെള്ളപൂശാനും നിൽക്കാൻ കഴിയില്ല. കാര്യം കുടുംബം ഒക്കെ ഒരു സൈഡിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും മറ്റൊരു സൈഡിൽ പ്രണയം ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള കുറെ അറിയാലോ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു പര്യവസാനം വേണം. ഇത് ഇരയാണ്, അതായത് പ്രണയം നടിച്ച്
വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസാണ്. തീർച്ചയായിട്ടും ഇതിനൊരു ന്യായം ഉണ്ടാവണം. ശരിയും തെറ്റുമൊക്കെ നിശ്ചയിക്കുന്നത് കോടതിയാണ്. പക്ഷെ ഇതിൽ എത്ര നാളായി സംഭവം നടന്നിട്ട്? കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഫോളോവറാ. അല്ല, ഇത് ഈ ഒരു നടന്നിട്ട് അക്രമത്തിലേക്കൊക്കെ മാറാൻ തുടങ്ങിയത് ഒക്ടോബർ കഴിഞ്ഞ അതെ, നവംബർ മാസങ്ങളിലാണ് തുടങ്ങിയത്. പല സ്റ്റേഷനിലും പോയി കോൺടാക്ട് ചെയ്തെങ്കിലും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല, ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നാണ് വിൻസി പറയുന്നത്. തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒക്കെ ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഇവരുടെ വിഷമങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ അധികൃതരുടെ കണ്ണുകളിൽ എത്തിക്കുക. കാരണം ഇത് കേട്ടിട്ടെങ്കിലും അവർ ഈ കേസിനൊരു നടപടി എടുക്കട്ടെ. എന്തായാലും ന്യായം സത്യവും എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കാം.